ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ ആലോചിക്കുമ്പോ ഒരു കാര്യം മനസ്സിൽ വെക്കണം. എന്റെ പേര് ഐശ്വര്യലക്ഷ്മിയാണെന്ന്. അതിന്റെ അർത്ഥം ഐശ്വര്യം കൊണ്ടുവരുന്നവളെന്നാ. അത് മറക്കണ്ട. താൻ എന്തേന്ന് ഊറ്റി കുടിച്ച രക്തം ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടേ. തന്റെ കറപുരണ്ട രക്തം എന്റെ നല്ല രക്തത്തിന്റെ കൂടെ അരിഞ്ഞ് എന്റെ ശുദ്ധരക്തം കൂടി ഇല്ലാതാവോ? ഡ്രാക്കുളയ്ക്ക് പിന്നെ ഏത് രക്തമായാലും മതിയല്ലോ. ഒരു കള്ളിയങ്കാട്ട് നീലി വന്നിരിക്കുന്നു. കാണിച്ചേ, കുറച്ച് കാപ്പിപ്പൊടി വെക്കാം. എങ്ങനെയുണ്ട് സിസ്റ്റർ? ബി.പി നോർമലാണ് ഡോക്ടർ. മറ്റു ടെസ്റ്റുകളിലും വേറെ കുഴപ്പമൊന്നുമില്ല മാഡം. ശരീരത്തിനല്ല ഡോക്ടർ കുഴപ്പം, മനസ്സിനാ. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? എപ്പോഴും ബിസിനസ്സും മീറ്റിംഗും ഒക്കെ അല്ലേ, അതിന്റെ ടെൻഷനായിരിക്കും. ബിസിനസ് ഒക്കെ മാഡത്തിന്റെ മകനെ ഏൽപ്പിച്ചൂടെ? ആ, അവനിപ്പോ ബിസിനസിനോടല്ല താല്പര്യം, മറ്റു പലതിനോടുമാണ്. ആ, അതൊക്കെ പോട്ടെ. എനിക്ക് എപ്പോ പോവാൻ പറ്റും ഡോക്ടർ? ഈവനിങ് ഡിസ്ചാർജ് ആയി പോവാ. ആ, 2 റിസൾട്ട് കൂടി വരാനുണ്ട്. ശരി ഡോക്ടർ. ആ, ഇനി വരാൻ പോകുന്ന റിസൾട്ടും നോർമൽ തന്നെയായിരിക്കും. അസുഖം വല്ലതും ഉണ്ടെങ്കിലല്ലേ മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇതൊക്കെ വെറും അഭിനയാണെന്നല്ലേ? അത് മനസ്സിലാക്കാൻ എന്റെ എയർ ഹോസ്റ്റസ് ബുദ്ധിയൊന്നും വേണ്ട. ഓ, നിങ്ങളവിടെ തളർന്ന് വീണപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ അത് നിങ്ങളുടെ നാടകമാണ്. ഇനി നിങ്ങൾ എന്താ കാണിക്കാൻ പോകുന്നെന്ന് അറിയാൻ ഒരു ചെറിയ കൗതുകം. അതിനാ ഞാൻ കൂടി ഇങ്ങോട്ട് വന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് കാണാനും പറയുന്നത് കേൾക്കാനും വേണ്ടിയാ നീ തന്നെ ഇവിടെ വേണം എന്ന് ഞാൻ പറഞ്ഞത്. ഇനിയല്ലേ ശരിക്കും ഈ രമാദേവി കളി തുടങ്ങുന്നത്. നിങ്ങള് കളി തുടങ്ങ്, ഞാൻ നോക്കി നിക്കാം. എല്ലാ അടവുകളും എടുത്ത് കളത്തിലോട്ട് ഇറങ്ങാങ്ങോട്ട്. ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ ഏതറ്റം വരെ പോവെന്ന്. ഒറ്റയ്ക്ക് കളിച്ച് ക്ഷീണിക്കുമ്പോ, നിങ്ങൾക്ക് ബോറടിക്കുമ്പോ ഞാനും കൂടെ വരാം. എന്നിട്ട് നമുക്കൊന്ന് മത്സരിച്ചു നോക്കാം ആരാ ജയിക്കുന്നെന്ന്. നമ്മുടെ മത്സരമല്ലേ എല്ലാരും കാത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും കട്ടയ്ക്ക് കട്ടയ്ക്ക്. അപ്പോഴല്ലേ കാണുന്നവർക്ക് ഒരു ഹരമൊക്കെ തോന്നൂ. അതെങ്ങനെയാ ഞാനും നീയും കട്ടയ്ക്ക് കട്ടയ്ക്കാവുന്നത്? 1000 ഐശ്വര്യലക്ഷ്മിക്ക് ഒരു രമാദേവി, അതാണ് എന്റെ കണക്ക്. പക്ഷേ ഒരു രമാദേവി അല്ലല്ലോ. രമാദേവിയും ഭർത്താവും മക്കളും എന്തിന്, ജോലിക്കാരെ വരെ രമാദേവി ജയിക്കണോന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. പക്ഷെ ഇപ്പുറത്താണെങ്കിൽ ഐശ്വര്യലക്ഷ്മി എന്ന ഞാൻ ഒറ്റയ്ക്ക്. ഈ പോരാട്ടത്തിൽ തോൽക്കില്ല എന്ന വാശിയോടെ ഒറ്റയ്ക്ക്. കൽപ്പിച്ചു തന്ന 30 ദിവസങ്ങളിൽ കുറച്ചു ദിവസം കൂടെ ബാക്കിയുണ്ട്. അതുവരെ ഞാനും അർജുൻ സാറും ഒരുമിച്ച് കഴിയാൻ നിങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. ഇന്ന് ഡിസ്ചാർജായി പോകുന്നതിന് മുന്നേ ഇന്ന് രാത്രി എങ്ങനെ ഞങ്ങളെ രണ്ടിടത്തായി കിടത്താമെന്ന് നല്ലപോലൊന്ന് ആലോചിക്കേ.
നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്നറിയണേ. എല്ലാരെയും പോലെ ഞാനും എക്സൈറ്റഡാ. പക്ഷേ ആലോചിക്കുമ്പോ ഒരു കാര്യം മനസ്സിൽ വെക്കണം. എന്റെ പേര് ഐശ്വര്യലക്ഷ്മിയാണെന്ന്. അതിന്റെ അർത്ഥം ഐശ്വര്യം കൊണ്ടുവരുന്നവളെന്നാ. അത് മറക്കണ്ട. ഞാൻ എവിടെയാ? സുപ്രഭാതം. നരേന്ദ്ര, എന്റെ ഈ കെട്ടഴിക്ക്. നരേന്ദ്ര, എന്നെ വെറുതെ വിട്. താൻ ഈ വയസ്സാം കാലത്ത് ആ മണിമാലയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അതിങ്ങ് തന്ന എനിക്കെങ്കിലും ഗുണമുണ്ടാവും. എന്റെ പൊന്നു നരേന്ദ്ര, മണിമാല എന്റെ കയ്യിലില്ല. ഇനി കെട്ടിയാലും അത് ഞാൻ തനിക്ക് തരാൻ പോകുന്നില്ല. പിടിവാശി കൊള്ളാം. അത് ഈ പ്രായത്തിൽ നല്ലതല്ല. കാരണവരെ മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം. അശോ, പറയുന്ന പോലെ എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. എവിടെ പോവാ? എവിടെ പോവാ? കാഴ്ച കാണണ്ടേ നമുക്ക്? വാ. ഞാൻ പറഞ്ഞില്ലേ നരേന്ദ്ര, ആ മണിമാല എന്റെ കയ്യിലില്ല. നിന്റെ കൈ തന്നെ ഉണ്ടെന്നാണല്ലോ നിന്റെ മൂത്ത മോള് പറഞ്ഞത്. ഞെട്ടിയോ? എനിക്ക് ഇവിടെ മാത്രമല്ലടോ പിടി, അങ്ങ് രമാനിലയത്തിലുണ്ട് പിടി. വാ വാന്നേ. അങ്ങോട്ട് നോക്കി. അവരാ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നറിയാവോ? തന്നെ കുഴിച്ചിടാന്.